ഹായ് ഓൾ, എല്ലാവർക്കും മെഞ്ചാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്പ് മഴക്കാലത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇന്നത്തെ കാലത്തൊക്കെ തീപ്പെട്ടി യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. എന്നാലും തീപ്പെട്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുത്തതെന്ന് കാണാം. ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെയുള്ള 2 കുഞ്ഞു ബോട്ടിലുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ നൈഫ് വെച്ചിട്ട് ഇത്രയും പോർഷനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബോട്ടിലും ഇതേ ഒരു രീതിയിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ബോട്ടിലിൻ്റെയും നെക്ക് പോർഷൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നൈഫ് വെച്ചിട്ട് രണ്ടും എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ ഉണ്ടല്ലോ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ 2 പോർഷനും സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു രീതിയിലാണ് നമുക്കിത് ഒട്ടിച്ചെടുക്കാനുള്ളത്. ഫെവിക്കൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ 2 പോർഷനിൽ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫെവിക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പോർഷനിലും ഫെവിക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ പിടിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. വളരെ കുറഞ്ഞ സമയവും വെറുതെ കളയുന്ന ഇതുപോലെയുള്ള 2 ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. പിന്നായാലും അതുപോലെ സ്ലൈഡുകളൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ 2 സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. എനിക്കിത് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒട്ടിച്ചെടുത്ത ആ ഒരു ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളുണ്ട്. അവിടെ ഒന്നുകൂടെ ഞാൻ ഇതുപോലെ ഫെവിക്വിക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു വൈറ്റ് ഇൻസുലേഷനാണ്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് ഇൻസുലേഷൻ റെഡൊക്കെ കളറിലുള്ള ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗം ഇൻസുലേഷൻ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞാനിത് തീപ്പെട്ടി കീപ്പ് ചെയ്യാനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മഴക്കാലമൊക്കെ ആകുമ്പോൾ തീപ്പെട്ടിയൊക്കെ നന്നായിട്ട് തണുത്ത് പോയി കത്താതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീപ്പെട്ടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. തീപ്പെട്ടി മാത്രമല്ല, ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിന്നെ അതല്ലെങ്കിൽ സ്ലൈഡ് പൊട്ട് എല്ലാം നമുക്കിതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം തീപ്പെട്ടിക്കൊള്ളികൾ മുഴുവനായിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് തീപ്പെട്ടിയുടെ ഒരു പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു പോർഷൻ ഇത്രയും വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് മതി കേട്ടോ നമുക്ക് ആ ഒരു ലിഡിൽ പേസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിത് അതിൻ്റെ ലിഡിൽ ഞാൻ ഫെവിക്വിക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ചെറിയൊരു പോർഷൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീപ്പെട്ടി തണുക്കാതെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സിമ്പിളായിട്ട് തന്നെ കത്തിച്ചെടുക്കാൻ പറ്റും. മഴക്കാലമായാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ. കിച്ചണിലാണെങ്കിൽ പോലും നമ്മൾ വീഡിയോസോ അതല്ലെങ്കിൽ സോങ്ങൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഫോണൊക്കെ വെക്കുന്ന സമയത്ത് ഫോണ് താഴെ വീഴാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 0 കോസ്റ്റിൽ കേട്ടോ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. ഇതുപോലെയുള്ള ഇൻസുലേഷൻ ടേപ്പൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും. ഇത് മാത്രം മതി എത്ര വിലപിടിപ്പുള്ള ഫോണായാലും സേഫായിട്ട് കീപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു സർക്കിൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ഫോൺ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ ഫോൺ ഇതിനുള്ളിലേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ പിന്നീട് ഫോൺ ഒരിക്കലും അതിൽ നിന്ന് താഴെ വീഴേ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എടുത്ത് മാറ്റല്ലാതെ ഫോണിനൊരു കുഴപ്പം വരില്ല. ഇതുപോലെ സേഫായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണുകയും ചെയ്യാം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇത് നീക്കുകയും ചെയ്യാം. ഇനി അഥവാ നമ്മൾ അതൊന്ന് എടുത്തിട്ട് വേറെ സ്ഥാനത്തേക്ക് മാറ്റുകയാണെങ്കിൽ കൂടിയിട്ട് അതിനുള്ളിൽ നിന്ന് ആ ഒരു ഫോണ് താഴേക്ക് വീഴില്ല കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല റിസൾട്ടും ഉള്ള ഒരു ക്ലീനിങ് ടിപ്പാണ് ഇന്നത്തെ അവസാനത്തെ ടിപ്പ്. അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ.
ഉപ്പ് നമുക്കൊക്കെ അറിയാം നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പേസ്റ്റാണ്, വൈറ്റ് പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഇത്രയും പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലെമണാണ്. ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പായാലും പേസ്റ്റ് ആയാലും ലെമൺ ആയാലും എല്ലാം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ്. ഈ മൂന്നും ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടുള്ളൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉപ്പിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ തരിയോ അതല്ലെങ്കിൽ പേസ്റ്റിൻ്റെതോ അതൊന്നും നമുക്ക് കാണില്ല. പകരം ഇതുപോലെ ഒരു പതഞ്ഞ് പൊങ്ങിയ രൂപത്തിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഉപ്പിൻ്റെ തരികളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പതഞ്ഞ പോലെയാണ്. അപ്പം നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് സിങ്കാണ്. ഈ ഒരു സൊല്യൂഷൻ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് ഞാനൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഉരച്ചെടുക്കുന്ന സമയത്ത് തന്നെ എത്ര പഴകിയ കറയാണെങ്കിലും അഴുക്കാണെങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ആ സിങ്കൊക്കെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളമൊഴിച്ച് ക്ലീൻ ആക്കി എടുക്കാം. മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ ഉരച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അത് ആ സിങ്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടാപ്പും അതിനോട് ചേർന്നിട്ട് ടൈൽ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളത്തിൻ്റെ കറയും മണ്ണിൻ്റെ കറയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ കറ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗത്ത് ആ ഒരു സൊല്യൂഷൻ കൈ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗത്തും അതുപോലെ ആ ഒരു ടാപ്പിലൊക്കെ ആ ഒരു സൊല്യൂഷൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ അഴുക്കും കറയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഉരയ്ക്കുന്ന സമയത്ത് തന്നെ ആ കറയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാ വശവും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വശവും ഒന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു വശമൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് അഴുക്കും കറയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ആ ടാപ്പിൻ്റെ ഒരു അടിവശത്ത് അത്യാവശ്യം കറ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സൊല്യൂഷനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു ടാപ്പും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.